കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ എത്ര നേരം ഇരുന്ന് കളിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് പ്രശ്നം വഷളാവുകയാണ്. തീർച്ചയായും. ഭാവി ഇവരെ നശിപ്പിക്കുകയാണ്. എല്ലാവരും പാനിക്കായി പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേരൻസ് അതിനകത്തേക്ക് തന്നെ വരിക ചെയ്യും. അവിടെയാണ് നമ്മൾ ലൈഫ് കെയറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്. ഓൾറെഡി അയൽവക്കംകാർ ചോദിച്ചു തുടങ്ങി, എവിടെയാണ് അമ്മേനെയും മോനെയും കാണാനില്ലല്ലോ. സോ അവിടെ തന്നെ ഒരു ജഡ്ജ്മെന്റ് വന്നു, എൻ്റെ കുട്ടീനെ ഇനി അവർ ലേബലിലേക്ക് കൊണ്ടുപോകുമോ. ഇങ്ങനെ ഓട്ടിസമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ലോകം മാറി. കുട്ടീനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാകാം എന്ന് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നാണക്കേട് കൊണ്ട് പുറത്തിറക്കാതിരിക്കുക. അത് കരഞ്ഞിരിക്കുക അത് ഉറപ്പായിട്ടും. അത് പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലല്ലേ. പക്ഷേ ചില കുഞ്ഞുങ്ങൾ അവർ ചിലപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിരിക്കാം. അതായത് നമ്മളിൽ നിന്ന് ചെറിയ വ്യത്യാസം അവർക്കുണ്ടാവും, വ്യത്യസ്തരായിരിക്കാം. പലപ്പോഴും സമൂഹത്തിൽ ഇവർ ഒറ്റപ്പെട്ടു പോകും. അവരുടെ മാതാപിതാക്കളും ഒറ്റപ്പെട്ടു പോകും. അവരുടെയൊക്കെ മനസ്സിൽ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുക എന്നായിരിക്കും അവരാദ്യം ചിന്തിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളുള്ള പല ഫാമിലിയും എനിക്കറിയാം. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്. അധികം നമ്മൾ കേട്ടുപഴക്കമില്ല ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ. അത് കുട്ടികളെ സഹായിക്കുന്ന ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ, അത്തരം മാതാപിതാക്കളെയും കുട്ടികളെയും സഹായിക്കാനായി അദ്ദേഹം ഒരു സംരംഭം തുടങ്ങുന്നു. അതിലൂടെ നിരവധി കുഞ്ഞുങ്ങൾക്കും അല്ല അവരുടെ മാതാപിതാക്കൾക്കും ഒരു കുടുംബത്തിന് തന്നെ ആശ്വാസമാകുന്നു. സ്പാർക്കുള്ള കഥ മുഴുവനായി തന്നെ കാണുക. എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് സ്നേഹത്തോടെ ഡോക്ടർ അഷിക്കാണ്. സ്വാഗതം സ്പാർക്കിലേക്ക്. അഷിൻ്റെ നാട് എവിടെയാണ്? തൊടുപുഴയാണ്. തൊടുപുഴ. പഠിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയാണോ? പഠിച്ചത് തൊടുപുഴ പെരിങ്ങാശ്ശേരി എന്ന് പറയുന്ന സ്കൂളിലാണ്, അതേ നാട്ടിൽ. മാതാപിതാക്കൾ എന്തെങ്കിലും ബിസിനസ്സിലോ എന്തെങ്കിലും ആണോ? മാതാപിതാക്കൾ രണ്ടുപേരും ടീച്ചേഴ്സാണ്. അത് ശരി. അപ്പോൾ രണ്ടുപേരും ടീച്ചറാണ്. മദർ മാത്രമല്ല. അത് ശരി. അപ്പൊ ടീച്ചറുടെ മകനായതുകൊണ്ട് പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു? അത്രയ്ക്ക് ഇല്ലാന്നാണ് ഞാൻ പറയുക, കുറച്ച് ഉഴപ്പായിരുന്നു. അത് ശരി. ഒറ്റ മകനാണോ? അല്ല, ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ടല്ലേ. ഓക്കെ. ഡോക്ടർ പഠനശേഷം 12th ഒക്കെ കഴിഞ്ഞ് എന്താ ചെയ്തേ? 12th കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആയുർവേദം ഗ്രാജുവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആയുർവേദം. അപ്പോൾ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കും. കാരണം മാതാപിതാക്കൾ രണ്ടുപേരും ടീച്ചറാണ്, അങ്ങനെ ഡോക്ടർ ഫാമിലി അല്ല. ആയുർവേദം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ആയുർവേദം പണ്ടേ തൊട്ട് ഇഷ്ടമായിരുന്നു. ആയുർവേദത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി വലുതായിട്ടൊന്നും ഗ്രാഹ്യം ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം, അത് പണ്ട് തൊട്ടേ, എസ്പെഷ്യലി നമ്മൾ വീട്ടിൽ മൊത്തം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ വരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. താല്പര്യം കൊണ്ടാണ്. എവിടെയാണ് പഠിക്കാൻ ചെന്നത്? നമ്മൾ SDM ആയുർവേദിക് കോളേജ് ഹാസൻ എന്ന് പറയും. അവിടെ ഏറ്റവും മികച്ച കോളേജുകളാണ്. തീർച്ചയായിട്ടും. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 കോളേജിലാണ്. ഏറ്റവും നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു സെന്ററാണ് SDM കോളേജ് ഓഫ് ആയുർവേദ ഹാസൻ. അവിടെ പഠിക്കാൻ പോയിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണ്? ഒരുപാടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം തന്നെ മാറ്റിമറിച്ച ഡിസിഷൻസ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ UG അവിടെ തന്നെ ആയിരുന്നു. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ MD ഇൻ പീഡിയാട്രിക്സിൽ ഞാൻ അവിടെ തന്നെയാണ് നടന്നത്. പീഡിയാട്രിക്സ്. ആയുർവേദത്തിൽ പീഡിയാട്രിക്സ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. ആയുർവേദത്തിലെ എല്ലാ വിഭാഗത്തിലും MD ഉള്ളൊരു കാര്യമാണ്. അത് പലർക്കും അറിയാത്തൊരു ഫീൽഡാണ് സത്യം പറഞ്ഞാൽ. പലരും പറയാം ആയുർവേദത്തിൽ പീഡിയാട്രിക്സ് ഇല്ല, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. ആയുർവേദത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. എസ്പെഷ്യലി SDM ഹാസനിൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് കേസസ് ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ്. അത് മാത്രമല്ല അവിടെ ഗൈനക്കോളജി ഉണ്ട്. ഗൈനക്കോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ENT, ഐ സ്പെഷ്യലിസ്റ്റ്, എല്ലാ വിഭാഗവും ഉള്ള ഒരു സെൻ്ററാണ്. അപ്പോൾ അവിടെ ഈ പ്രസവം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഡോക്ടറോ പ്രസവം എടുക്കില്ല എന്ന് കേട്ടു. പക്ഷേ കർണാടകയിൽ അത് അലൗഡാണ്. കർണാടകയിൽ അലൗഡാണ്. അവിടെ കൂടുതലും എന്ന് വെച്ചാൽ പുറത്തുനിന്നായിരിക്കും നമ്മുടെ സർജൻസ് കാര്യങ്ങൾ വരിക. അവിടെ മോഡേൺ പ്രാക്ടീസും അലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്യുവർലി ആയുർവേദം മാത്രമാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നാണ് സർജൻസ് കാര്യങ്ങൾ വരിക. പക്ഷെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റും കാര്യങ്ങളും അവർ അസിസ്റ്റ് ചെയ്യുന്നതാണ്. അവർ കേപ്പബിൾ ആണ് ആ ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല. ഇല്ല, പ്യുവർ ആയുർവേദം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ശരി. താങ്കൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ന്യൂറോ സയൻസിലാണ്. എന്താണ് ആ ന്യൂറോ സയൻസിലേക്ക് ഇറങ്ങാൻ കാരണം? എന്തായിരുന്നു അതിൻ്റെ ശാഖകൾ? എസ്പെഷ്യലി ആയുർവേദത്തിലേക്ക് ബാലരോഗം എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മൾ ബാലരോഗം കൗമാരഭൃത്യം എന്നാണ് പറയുക, അഥവാ ബാലരോഗം.
അതായത് മോഡേൺ ആയുർവേദിക് പീഡിയാട്രിക്സ് തന്നെയാണ്. സോ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന കാര്യം നോക്കിക്കഴിയുമ്പോഴത്തേക്കും ചെറിയ പനിയോ ജലദോഷമോ കാര്യങ്ങളോ സ്കിൻ ഡിസീസോ ആർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഒരുപാട്, ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെക്കാൾ കൂടുതൽ അവരുടെ എൻറ്റയർ ഫാമിലീനെയും കൂടെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യമാണിത്. ഓട്ടിസം ആകാം, ADHD, സെർബൽ പാൾസി, ഒരുപാട് ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു ഡയഗ്നോസിങ് കേൾക്കുമ്പോൾ തന്നെ അവിടെ പേരൻസും ഫാമിലി ഇല്ലാണ്ടാകുന്നുണ്ട്. സോ അവർക്കൊരു ആ ഫീൽഡിലേക്കാണ് ഡോക്ടർ ഫീൽഡിലേക്ക് ആഷിക്ക് ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ പഠനശേഷം ആദ്യം എന്താ ചെയ്തത്? പഠനശേഷം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞാൻ കോട്ടയം ജില്ലയുടെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിരുന്നു. ISM പ്രോജക്റ്റിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. ഞാൻ പാല ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 2.5 വർഷം അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കരിയറിൽ തന്നെ എസ്പെഷ്യലി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പം നമ്മുടെ കേരളത്തിലെ ഒരു ട്രഡീഷണൽ മെഡിസിൻസ് കാര്യങ്ങൾ ബാക്കിയുള്ള കൂടുതൽ ജനങ്ങളുമായിട്ട് ഇതുപോലെയുള്ള ഫാമിലീസിനെ തിരിച്ചറിയാൻ കഴിയുക വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു ശാഖ തന്നെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തു. പക്ഷെ അതൊരു PSC വഴിയുള്ള നിയമനമാണോ? PSC വഴിയുള്ള നിയമനമല്ല, നമുക്ക് ഗവൺമെൻറ് തന്നെ പ്രൊജക്റ്റ് ഒരു ജില്ലയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പെർമനന്റ് എംപ്ലോയ്മെന്റ് ആയിരുന്നില്ല. പെർമനന്റ് എംപ്ലോയ്മെന്റ് ആയിരുന്നു. എപ്പോഴാണ് സ്വന്തമായ ഒരു പ്രാക്ടീസ് അങ്ങനെ ഒരു തീരുമാനം? സത്യം പറഞ്ഞാൽ പാലായിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഉച്ചവരെയായിരിക്കും ഡ്യൂട്ടി കാണുക. സോ ഈവനിങ് പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തൊടുപുഴ മങ്ങാട്ടുകോല ലൈഫ് കെയറിന്റെ ഫസ്റ്റ് ഒരു ബ്രാഞ്ച് വരുന്നത്. ലൈഫ് കെയർ അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിട്ടിരുന്നത് എന്താണ്? ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെന്റർ. അങ്ങനെയാണ് പേരിട്ടത്. അത് പാരലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് പരിപാടി, ഉച്ച കഴിഞ്ഞ് ഈവനിങ് ക്ലിനിക് ആയിട്ടായിരുന്നു. നൈറ്റ് ഒരു 8 o'clock വരെയായിരുന്നു നമ്മുടെ ആ സമയത്ത് വർക്കിംഗ് ടൈം. ആഫ്റ്റർ 3:30 ആയിരുന്നു വരാറുണ്ടായിരുന്നു. അതൊരു പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നോ? ആദ്യം വിചാരിച്ചത് അങ്ങനെയായിരുന്നു. എസ്പെഷ്യലി ഒരു ഫ്രഷർ ആയിട്ടുള്ളൊരു ഡോക്ടർ വരുമ്പോൾ പല പേരൻസും എന്നെ കാണുമ്പോൾ തന്നെ ചോദിക്കുക ഡോക്ടർക്ക് എത്ര വയസ്സായി എന്ന് തന്നെ ചോദിക്കും. സീനിയേഴ്സിനാണ് അല്ലെങ്കിൽ ഒരുപാട് പരിചയസമ്പന്നം ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊരു കാര്യമുണ്ട്. അവിടെ ആ ഒരു വിശ്വാസയോഗ്യത നേടിയെടുക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളോട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് ബെസ്റ്റായിട്ട്. അപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞു അവിടുന്ന് റിസൈൻ ചെയ്തു. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു. ഫുൾ ടൈം. കാരണം എന്താ വെച്ചാൽ നമുക്ക് സെൻറ്ററിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കുട്ടികളെ ട്രീറ്റ്മെൻറ്റിന് പല പേരൻസും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ തെറാപ്പിസ്റ്റുകളും നേഴ്സുമാരും മാത്രം പോരാ. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആകുമ്പം ഞാൻ തന്നെ അവിടെ ഫുൾ ടൈം അവരുടെ കൂടെ വേണം. ആ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഒരു കുട്ടി ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ ആ ഡോക്ടറും അവിടെ തന്നെ വേണം. അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും ആ കുട്ടികളുടെ കൂടെ നിന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്താണെന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ തുടക്കം എത്ര പേരുണ്ടായിരുന്നു ജീവനക്കാരായി? തുടക്കം നമുക്ക് 2 പേരുണ്ടായിരുന്നു. അത് വെച്ചാണ് തുടങ്ങിയത്. പിന്നെ ഡോക്ടർ റിസൈൻ ചെയ്ത് അവിടെ വരികയാണ്. ഡോക്ടർ കാണുന്ന നമ്മൾ പേഷ്യൻസ് എന്ന് വിളിക്കുന്നത് ശരിയല്ല, കുട്ടികൾ. താങ്കൾ എടുത്ത് പറഞ്ഞ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ഉപയോഗിക്കുകയാണ്. ഓട്ടിസം, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. ഓട്ടിസം എന്ന് പറയുന്നത് അതൊരു രോഗമാണ്? ഒരിക്കലും അല്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പലരും അതൊരു ലേബലാക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഓൾവേസ് ഞാൻ പറയുന്ന ഓട്ടിസം എന്ന് പറയുന്ന ഒരു ലേബലല്ല. നമ്മുടെ കുട്ടികൾ നമ്മൾ പെർസീവ് ചെയ്യും പോലെ ആയിരിക്കില്ല അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുക. അതൊരു വേറൊരു രീതിയിലായിരിക്കും. പക്ഷെ അത് നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുക. അത് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചറിയുന്ന നിമിഷമാണ്, നമ്മൾ കറക്റ്റായിട്ട് ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോഴാണ് അവരെ ആ നോർമൽ ലൈഫിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും ഒരു ഡയഗ്നോസിങ് അല്ല. ഓട്ടിസം ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവരും നോക്കുക അതൊരു അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് ക്യൂർ ചെയ്യാൻ പോവുകയാണ് ചെയ്യുക. അത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചുകൂടെ വേറൊരു രീതിയിലായിരിക്കും അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാന്ന്. ഓട്ടിസം ഒരവസ്ഥയാണ്, അതുപോലെ സിമിലർ ആയിട്ടുള്ള പല അവസ്ഥയാണ്. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പിന്നെ ന്യൂറോളജിയിൽ നോക്കിയാൽ സെർബൽ പാൾസി, അങ്ങനെ പല രീതിയിലുള്ള. കണ്ടിട്ടുണ്ട് ചില പാരന്റ്സ് പറഞ്ഞിട്ട് ഇവനൊരു സ്ഥലത്തിരിക്കില്ല, ഈ ഓട്ടമാണ് എന്ന് പറയുന്നവരുണ്ട്. ഡിസ്ലെക്സിയ, പഠന വൈകല്യം, ഇതൊക്കെ ഇതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഒരു കൊടക്കീഴിൽ പോലെ വരുന്നൊരു കാര്യങ്ങൾ. നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ടെല്ലാം ഫങ്ഷൻ ചെയ്യുന്നെങ്കിൽ മോട്ടാർ ഇഷ്യൂ, ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റീസ്, ബിഹേവിയറൽ ഇഷ്യൂസ്, സെൻസറി ഇഷ്യൂസ് പല രീതിയിലായിരിക്കും വരിക. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരണമെന്നില്ല. അതിനകത്ത് ചില സിംറ്റംസ് മാത്രമായിരിക്കും കുട്ടികൾ പ്രകടിപ്പിക്കുക. ഇത്തരം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ അല്ല, കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയില്ലേ? കാരണം എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കുറച്ചു പേരെങ്കിലും, ഞാൻ പറയില്ല എല്ലാവരും ആണെന്ന്, എൻ്റെ എത്രയോ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള ആ ദൈവം കൊടുത്ത ഭംഗിയുള്ള ഭാവിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർ വളരെ മനോഹരമായി പുറത്തു കൊണ്ടു നടക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ കൂടെ തന്നെ. പക്ഷെ ചിലരെങ്കിലും കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നവരുണ്ട്. തീർച്ചയായും നമ്മളൊരു ഡയഗ്നോസിങ് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പേരൻസാണ് അവിടെ പേഷ്യൻസായി മാറുക.
പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി അമ്മമാർ. ഞാൻ ക്യാരി ആയിരുന്നപ്പോൾ എന്തെങ്കിലും എൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നത്. ഇവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആദ്യം വരും. ആ ഒരു ഡയഗ്നോസിങ് കേൾക്കുമ്പം നമ്മുടെ റൂമിലിരുന്ന ഒരു ഡയഗ്നോസിങ് പറയാൻ നമുക്ക് ഈസിയാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ അതേ അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് ആ പേരൻസിൻ്റെ ലോകം എന്നേക്കുമായിട്ട് മാറി അവരുടെ മറിയാണ് ചെയ്യുന്നത്. ജീവിതം മാറുകയാണ് അവിടെ. ജീവിതം തന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ. ആ ലൈഫ് തന്നെ മാറി മറിഞ്ഞു. കുഞ്ഞിന് ഓട്ടിസമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ലോകം മാറി. പിന്നെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ ഇല്ല. സൊസൈറ്റി എന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, എങ്ങനെയായിരിക്കും എൻ്റെ കുട്ടിയെ അവർ ജഡ്ജ് ചെയ്യാൻ പോവുക, എൻ്റെ കുട്ടീനെ സ്കൂളിൽ വിടാൻ പറ്റുമോ, പിന്നെ ബാക്കിയുള്ള കുട്ടികളുമായിട്ടുള്ള കമ്പാരിസൺസ് വരിക. സോ അവിടെ നിന്ന് തന്നെ പിന്നെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്, സമൂഹം എങ്ങനെയാണെന്നാണ് അവർ ചിന്തിച്ചു തുടങ്ങുക. അതുകൊണ്ട് ആ കുട്ടിയെ പുറത്ത് കാണിക്കാതെ ഇരിക്കാൻ അവർ ശ്രമിക്കും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് നേരത്തെ തന്നെ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുമ്പം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാകാം എന്ന് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നാണക്കേട് കൊണ്ട് പുറത്തിറക്കാതിരിക്കുക. പക്ഷേ ഈ സമയത്തെല്ലാം അവരുടെ ഏറ്റവും ഒരു ഗോൾഡൻ ടൈം പീരീഡ് ആണ് മിസ്സാക്കി കളയുന്നത്. എന്തൊക്കെ സിംറ്റംസ് ആണ് ഇത്തരം കുട്ടികൾ കാണിക്കുക? പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റിലെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നെക്ക് കൺട്രോളിങ് തൊട്ട് ഒരു കുട്ടി കറക്റ്റായിട്ട് മുട്ടിലെഴയേണ്ട പ്രായത്തിൽ മുട്ടിലെഴയുന്നില്ലെങ്കിൽ അവിടെ മൈലിൻ ഫോർമേഷനിൽ വ്യത്യാസം വരാം. ഒരു 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഏകദേശം ഒരു 10 വേർഡ്സ് എങ്കിലും സംസാരിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് അവൻ കണ്ണിൽ നോക്കും, മുഖത്ത് നോക്കുക, ഐ കോണ്ടാക്ട്, കാര്യങ്ങൾ പോയിന്റ് ചെയ്യുക, വിരൽ ചൂണ്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കണം. 2 വയസ്സാകുമ്പോൾ ഒരു 2 വാക്ക്, ഇപ്പോൾ അമ്മേ വാ, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുക. 3 വയസ്സാകുമ്പോൾ പതുക്കെ ക്വസ്റ്റ്യൻസിലേക്ക് വരിക, പ്രിറ്റൻഡ് പ്ലേ. ഇപ്പോൾ ഒരു കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചായ കുടിക്കും പോലെ അഭിനയിച്ച് കാണിക്കുക. ആ ഒരു പ്രിറ്റൻഡ് പ്ലേയിലേക്കെങ്കിലും വന്നിരിക്കണം. ചില കുട്ടികൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ആദ്യം സ്പീച്ച് ഉണ്ടായിരുന്നിരിക്കുക, പിന്നീട് അതങ്ങ് റിഗ്രഷൻ അടിച്ച് ഇല്ലാണ്ടാവും. പതുക്കെ ആ സ്പീച്ച് കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. പിന്നെ കുറേ കുട്ടികളിൽ സെൽഫ് സ്റ്റിമുലേറ്ററി ഇഷ്യൂസ് വരും. ടോയ്സ് എല്ലാം നമ്മൾ സ്പിൻ ചെയ്യുക, ലൈനിങ് ഓഫ് ഒബ്ജക്റ്റ്, കാര്യങ്ങളിങ്ങനെ അടുക്കി നിരനിരയായി വെച്ചുകൊണ്ട് പോവുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ അതൊരു ഡയഗ്നോസിങ് ആണ്, ഓട്ടിസം ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്ലീസ് ഗോ ഫോർ എ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ. അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ പലരും അത് പേടിച്ചാണ് ഇരിക്കുക. നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സൊല്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇഷ്യൂസ് ഇല്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാം. പക്ഷെ പലരും അത് മറച്ച് വെച്ചിട്ട് ഗൂഗിളിലായിരിക്കും സെർച്ച് ചെയ്യാൻ പോവുക. അവിടെ തന്നെ ഫസ്റ്റ് ഡയഗ്നോസിങ് കഴിഞ്ഞു. പിന്നെ അവർ ഒരിക്കലും നല്ലൊരു ഒപ്പീനിയൻ എടുക്കാൻ പോകണമെന്നില്ല. അപ്പം ഇത്തരം കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് പ്രശ്നം വഷളാവുകയാണ്, ഭാവി ഇവരെ നശിപ്പിക്കുകയാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും 0 to 6 years ആണ്. ഒരു ഗോൾഡൻ ടൈം പീരീഡ് ആണത്. ആ ഭാവി തന്നെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി കഴിയുന്നത്. മിക്ക കുട്ടികളും ഒരു 4.5 വയസ്സ് കഴിയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്ടിവിറ്റി, ബിഹേവിയർ ഇഷ്യൂസ് എല്ലാം കൂടുതൽ എവിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് വരിക. അന്ന് നമ്മൾ വരുന്നതിനേക്കാൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ആദ്യമേ കാണിക്കുമ്പം ഒരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഇഷ്യൂസ് ഇല്ലാണ്ടാക്കാം. ഡോക്ടറിൻ്റെ ഈ സ്ഥാപനം എന്ത് സേവനമാണ് ഇത്തരം കുട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ല മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്? ലൈഫ് കെയർ ആയുർവേദിക് ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെൻ്ററിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. നോർമൽ ലൈഫ് ഇൻ ദ സെൻസ് ഞാൻ ഗ്യാരണ്ടി പറയുന്നൊരു കാര്യമല്ല, പക്ഷെ അവരുടെ സോഷ്യലൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, അവരുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കേപ്പബിൾ ആക്കുക. ആ ഒരു എയിമിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഇനി ജീവിതത്തിലേക്ക് ഇനി ഹോപ്പില്ല എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ട്രീറ്റ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുണ്ട് അവരുടെ കൂടെ നടക്കാനും അവരുടെ ഫാമിലി മെമ്പറായിട്ടും ലൈഫ് കെയർ എപ്പോഴും കാണും. അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, വർഷങ്ങളോളം എടുക്കണം. പക്ഷെ അവിടെ പലർക്കും അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായ്മയാണ് പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതും ചില സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ജീവിതം തന്നെ ഇല്ലാതാക്കുന്നവർ പലരും ഉണ്ട്. ഈ അടുത്തെനിക്ക് തോന്നുന്നു താങ്കളുടെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ഫാദർ കുട്ടിയെ കൊന്നതിന് ശേഷം അദ്ദേഹം സ്വയം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഓട്ടിസം ബാധിച്ചു. ഒരമ്മ തലയണ വെച്ചിട്ട് കുട്ടീനെ ശ്വാസം മുട്ടിച്ചു. അതൊരു ഡയഗ്നോസിങ് കേട്ട് കഴിയുമ്പോൾ തന്നെയാണ് റിയാക്ഷനാണ്. അവിടെ എൻ്റെ കുട്ടിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു ജീവിതമില്ല. ഈവൻ പേരൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. പല പേരൻസും എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സിംഗിൾ പാരന്റ് ഇഷ്ടം പോലെ. ചിലപ്പോൾ അമ്മമാരായിരിക്കാം, ചിലപ്പം അമ്മയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞ് പോയി അച്ഛന്മാരെ കാണാം. അമ്മയും അച്ഛനും നോക്കാത്ത കുട്ടികളുണ്ട്. പക്ഷേ എൻ്റയർ ഫാമിലി തന്നെ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന 95% ആൾക്കാർ വേറെയും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ അവരെ എത്രയോ നല്ല നന്മയുള്ള കുടുംബങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് അത് തുടങ്ങുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നു,
അവിടെ നമുക്ക് ഇപ്പോൾ ആ സ്ഥാപനം താങ്കൾ നടത്തുന്ന ഈ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? നമുക്കിപ്പോൾ ഏകദേശം 30ഓളം എംപ്ലോയീസ് ഉണ്ട്. വെരി ഗുഡ്. അത് എവിടെയാണ് ഈ സ്ഥാപനം? നമ്മുടെ തൊടുപുഴ, പ്രോപ്പർ തൊടുപുഴ തന്നെയാണ് ലൈഫ് കെയർ സ്ഥിതി ചെയ്യുന്നത്. ലൈഫ് കെയറിലേക്ക് വരുമ്പം എപ്പോഴും എല്ലാവരോടും ഞാൻ പറയുക, ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് വരരുത്. അതൊരു ഫാമിലിയാണ്. മാക്സിമം നമ്മളവിടെ നോക്കുന്നത് ഒരു കുട്ടീനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നമ്മൾ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര മാജിക് കാണിച്ചിട്ടും ഒരു കാര്യമില്ല. നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്കതിന് റിസൾട്ട് കാണില്ല. ലൈഫ് കെയറിലേക്ക് ഒരു പേരൻറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നത്, വീട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുട്ടിയുടെ കംപ്ലയിൻറ്റ് പറയാണ്ടിരിക്കുക. നമ്മൾ ചിലപ്പോൾ നോക്കും, പല പേരൻസും എന്നോട് പറയാറുണ്ട്. റീസെൻ്റ്ലി ഒരു ഫാദർ എന്നോട് പറഞ്ഞതാണ്, ഞാൻ അടുത്ത റൂമിൽ പോയിരുന്ന് കരഞ്ഞ ഡോക്ടറെ, കുട്ടിയുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടികൾക്കത് മനസ്സിലാവും. നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഇപ്പോൾ സാർ എന്നോട് ഹാപ്പി ആയിട്ടാണോ ഈ ചിന്തിക്കുന്നത്, സാറിൻ്റെ മനസ്സിൽ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് എക്സ്പ്രഷൻ ചെയ്യുന്നത് മനസ്സിലാവും. കുട്ടികൾക്കത് മനസ്സിലാവില്ലേ? നമ്മുടെ ഒരു അമ്മയുടെ ഒരു ടച്ചിൽ കൂടെ പോലും കുട്ടികൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഏകദേശം ഒരു 3rd ട്രൈമസ്റ്ററിൽ തന്നെ കുട്ടി അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ ആ തലോടലിലൂടെ തന്നെ കുട്ടിയുടെ അമ്മയുടെ ടച്ച്, ആ ടച്ചിലേക്ക് തന്നെ ഫീലിംഗ് നമ്മൾ അവിടെ ഡെവലപ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. പലർക്കും തോന്നും നമ്മുടെ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഇത്രയും നിങ്ങൾ കുട്ടിയുടെ കംപ്ലയിൻസ് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വിഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസ് അവിടെ കാണിച്ചിരിക്കും. അത് പലരും മനസ്സിലാവില്ല. ഇതെപ്പോഴും കാണിക്കുന്നതല്ലേ എന്നാണ് നോക്കുക. പക്ഷെ അവരുടെ എൻവിറോൺമെൻറ്റിൽ തന്നെ നെഗറ്റീവ് എനർജി വന്നു കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കുട്ടികളുടെ കംപ്ലയിൻറ്റ് കുട്ടിയുടെ പേരൻസിൽ നിന്നാണ് തുടങ്ങുക. അതിനുശേഷം ആ കുട്ടിയെ കാണാം. അത് കഴിഞ്ഞ് അവിടെ കിടത്തി ചികിത്സിക്കുക. നമ്മുടെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പേരൻറ്റിന് തന്നെ ജസ്റ്റ് ലിസൺ ദം. ഒരുപാട് വേദനകളുമായിട്ട് വരുന്നവരാണ്, അവരെ കേൾക്കാൻ നമ്മളൊരു ടൈം കൊടുക്കുക. ഫാമിലിയിലോ സൊസൈറ്റിയിലോ അങ്ങനെ ഒരു കാര്യമില്ലായിരിക്കും. എങ്ങനെ പോയി കഴിഞ്ഞാലും ലൈഫ് കെയറിൽ വരുന്ന ഫസ്റ്റ് കൺസൾട്ടേഷൻ വരുന്ന ഒരു പേരൻറ്റിന് 1 to 1.5 hours ഡോക്ടറിൻ്റെ തന്നെ കിട്ടിയിരിക്കും. അത് കരഞ്ഞിരിക്കും അവർ, അത് ഉറപ്പായിട്ടും. അത് പക്ഷേ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടീനെ കാണുക. ആ കുട്ടീനെ കാണുമ്പോഴും നമ്മൾ ജസ്റ്റ് കംപ്ലയിൻസ് കേൾക്കാറില്ല, കുട്ടീനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ഫ്രീ ആയിട്ട് വിടുക. അവിടെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ കുട്ടിയുടെ ഐ കോണ്ടാക്ട് എങ്ങനെയാണ്, ഈവൻ ഐബ്രോസിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും അവന് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെ എനിക്ക് തോന്നുകയാണ് ആ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടികളിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ബെറ്റർ ആക്കാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ആയിരിക്കും. അത് എൻ്റെ ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോവുക സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പീച്ച്, ഓക്യുപ്പേഷണൽ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ആ കുട്ടിക്ക് എന്താണോ വേണ്ടത് എല്ലാ അസസ്മെൻറ്റും എടുക്കാൻ പറയാറില്ല, അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതെ, ഉള്ളിലുണ്ട്. ആ കുട്ടിക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം വിടുക, കറണ്ട് സ്റ്റേജ് എന്താണെന്ന് നോക്കുക, ദെൻ ഗോ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പോലും നമ്മൾ തെറാപ്പിയിലൂടെ ഫസ്റ്റ് ഞാൻ തന്നെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലാണ് പതിവ്. നമ്മൾ കുട്ടിയിൽ സാറ് നേരത്തെ പറഞ്ഞാൽ ഓരോ നിമിഷവും അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവരുടെ ഷൂസിലേക്ക് നമ്മൾ പോകണം, നമ്മുടെ ഇതിലേക്ക് അവരെ വരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ പാരന്റിങ്ങിന്റെ കുഴപ്പം നമ്മുടെ എക്സ്പെക്ടേഷനിലേക്ക് അവരെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അവരിലേക്ക് ഇറങ്ങി എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളെ പോലെ ഇവൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ ഇവൻ എന്തെങ്കിലും മനസ്സിലാവാത്ത. അവിടെ നമ്മൾ ഒരു കുട്ടീനെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ പോലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് നെയ്ബേഴ്സ് എന്ത് പറയും. ഞാൻ റീസെൻ്റ് ആയിട്ട് കേട്ടൊരു കാര്യമാണ്, ഒരു വീഡിയോ ഒരു മദർ എനിക്ക് അയച്ചു തന്നു. ആ കുട്ടിയുടെ അടുത്ത് ഒരു ബുക്കിൽ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ അമ്മ പറയുന്നത് ഭയങ്കര സ്പീഡിയാണ്, പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഞാൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓൾറെഡി അയൽവക്കംകാർ ചോദിച്ചു തുടങ്ങി എവിടെയാണ്, അമ്മേനെയും മോനെയും കാണാനില്ലല്ലോ. സോ അവിടെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു, എൻ്റെ കുട്ടീനെ ഇനി അവർ ലേബലിലേക്ക് കൊണ്ടുപോകുമോ, സൊസൈറ്റി എൻ്റെ കുട്ടീനെ അങ്ങനെ കാണുമോ. സോ ഡോക്ടർ പറയുന്ന വർക്കൗട്ടുകളെല്ലാം എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് പെട്ടെന്ന് വരുമോ. ഒരിക്കലും അമ്മയുടെ തെറ്റല്ല. ആ അമ്മ പെട്ടെന്ന് ശ്രമിക്കുന്നത് അത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ഇഷ്യൂസ് കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാണ്. അവിടെ ആ അമ്മയുടെ ഉള്ളിലുള്ള സ്ട്രെസ് അറിയാണ്ട് പുറത്തേക്ക് വരുന്നത് വോയിസ് ഓഫ് ടോണിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും. അത് കുട്ടീനെ വേറൊരു വേർഷനിലേക്ക് എത്തിക്കുക, അത് കുട്ടീനെ ഹെൽപ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ ഡോക്ടർ അവിടെ വന്ന് കിടത്തി ചികിത്സിക്കുകയല്ല, അവരോട് സജസ്റ്റ് ചെയ്യുന്ന വേറൊരു വീടെടുക്കാനാണ്. തീർച്ചയായിട്ടും. നമുക്ക് തന്നെ അറിയാം, പലരും നേരത്തെ പറഞ്ഞ പോലെ പല ഇമോഷൻസ് കൊണ്ട് വരുന്നവരാണ്. എൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് ദേഷ്യം തോന്നാം, ചിലപ്പോൾ സങ്കടത്തിൻ്റെ തന്നെ ഒരു കൂമ്പാരം തന്നെ കാണും. അതൊരു ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് അത് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ഓപ്പണപ്പായിട്ട് സംസാരിക്കേണ്ടി വരാം. ഒരു ഫ്രീ സ്പേസ് എങ്കിലും കിട്ടണമെന്ന് തോന്നുന്നവരുണ്ട്. സോ ഒരു ഹോസ്പിറ്റലിലെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടുക എന്ന് പറയുന്ന ഒരു രീതി ഇല്ല എനിക്ക്. അവിടെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അവരൊരു റൂമിൽ അടച്ചിട്ടിട്ട് കളിക്കാൻ സ്ഥലമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈവൻ നമ്മുടെ ചെടികളോ പൂക്കളോ തുമ്പികളെ പോലും കുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നില്ല.
സോ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറിൻ്റെ ഒരു മെഡിസിൻ മാത്രം കൊടുത്തു ഒരു തെറാപ്പി സെൻറ്ററിൽ ഒരു 45 മിനിറ്റ്സ് തെറാപ്പി കൊണ്ട് മാത്രം നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ കഴിയും. അവിടെ വരുന്നവര് വീടെടുത്ത് താമസിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര ദിവസമൊക്കെ അവിടെ വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ? മാസങ്ങളോളം നിൽക്കുന്നവരുണ്ട്. ഇപ്പം നമുക്കെപ്പോഴും ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റ് വരുമ്പം നമുക്കൊരു ഹാഫ് മന്ത് 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സിറ്റിംഗ് വരിക 3 മാസമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റിഗ്രേറ്റഡ് തെറാപ്പീസ്, സ്പീച്ച് OT പോലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ കാണും. അതുകൊണ്ട് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് എല്ലാവരും. എവിടെ നിന്നൊക്കെയുള്ള പേഷ്യൻസ് ആണ് ഡോക്ടർ? നമുക്ക് കൂടുതലും തൊടുപുഴ ലൊക്കാലിറ്റീനേക്കാൾ കൂടുതൽ വിദേശത്തു നിന്നുള്ളവരാണ്. ന്യൂസിലാൻഡ്, ജർമ്മനി, സിംഗപ്പൂർ, ഈവൻ മലേഷ്യ. അവിടെയൊക്കെ നടക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് തെറാപ്പീസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവിടെ മന്ത്ലി 2 days ഒക്കെയാണ് കിട്ടുന്നുള്ളൂ. സോ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്, അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ 3 months കഴിയുമ്പോഴത്തേനും ഞാൻ വരുത്തിയെടുത്ത, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വരുത്തിയ ഇമ്പ്രൂവ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞിട്ടായിരിക്കും അവർ വരിക. എന്ന് വെച്ചാൽ തെറാപ്പി പോകുന്നില്ല. പേരൻസ് വർക്കിംഗ് ആയിരിക്കും, അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ട് കൂടുതലും കേരളത്തിലേക്ക് തന്നെ എല്ലാവരും എത്തുന്നത് അതുകൊണ്ടാണ്. വിദേശത്ത് മാത്രമാണോ അതോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്നുണ്ട്? ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. ഇന്ത്യയിൽ കൂടുതലും നമുക്ക് നോർത്തിൽ നിന്നാണ് കൂടുതൽ. ബാംഗ്ലൂർ, ഈവൻ തമിഴ്നാട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ട്. ഇവിടെ വന്ന് അവർ താമസിച്ച് ഈ കുട്ടികളെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു പാറ്റേൺ ആണ്. അതൊരു വളരെ വ്യത്യസ്തമായ. നമുക്കൊരു എത്ര കുട്ടികളെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്? ഏകദേശം നമ്മളൊരു 100-ൽ പരം കുട്ടികളെ ഇപ്പം കംപ്ലീറ്റ്ലി അവരെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ടോട്ടൽ എത്ര പേരെ ചികിത്സിച്ചിട്ടുണ്ടാവും നമ്മൾ? ഒരു 1000+ ആയിരിക്കും ഏകദേശം. കറക്റ്റ് ഒരു നമ്പർ. 1000-ൽ പരം കുഞ്ഞുങ്ങളെ സഹായിക്കാനായിരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഡോക്ടർക്ക് ഏറ്റവും ഈ കാലയളവിൽ എനിക്ക് തോന്നുന്നു 8 വർഷത്തോളമായി ഇതിൽ ഈ ഫീൽഡിൽ, ഈ 8 വർഷത്തോളമായ ഈ ഫീൽഡിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു മോനാണ് അപ്പു. നമ്മുടെ യൂട്യൂബിൽ അവൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പുവിനെ ഫസ്റ്റ് ഞാൻ കാണുന്നത് 3.5 വയസ്സിലാണ്. 3.5 വയസ്സിൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ പോയ സെൻറ്റേഴ്സിൽ നിന്നെല്ലാം പറഞ്ഞത് കുട്ടി ഹൈപ്പർ ആക്റ്റീവാണ്, ഓട്ടിസം സ്പെക്ട്രത്തിലേക്ക് എത്തി, ഇനി കുട്ടിക്ക് ഒരു നോർമൽ ലൈഫ് കാണില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആ പേരൻറ്റ് അവിടെ ഇല്ലാതായി. അവർ വന്ന് ഫസ്റ്റ് കൺസൾട്ടിങ് റൂമിൽ വന്ന ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ റൂമിലുള്ള എല്ലാ സാധനവും അമ്മ നശിപ്പിച്ചിട്ടുണ്ട്. അവനെ പിടിക്കാൻ തന്നെ ഏകദേശം 5 പേര് വേണം. 3.5 വയസ്സുകാരനാണെന്ന് ഓർക്കണം. പക്ഷേ അതാ ഞാൻ പറഞ്ഞ, നമ്മുടെ കുട്ടികളുടെ ബോഡി ലാംഗ്വേജും ബ്രെയിനും ഫങ്ഷൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഏകദേശം 1 year 8 months എടുത്തു. കണ്ടിന്യൂസ് ജേണി ആയിരുന്നു. ആ അമ്മ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ എൻ്റെ കുട്ടി ശരിയാകുമോ എന്ന് വരെ പലതവണ എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം ആ അമ്മയുടെ കൂടെ വന്ന പല കുട്ടികളും ഓൾറെഡി ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞു. പക്ഷേ ഡോക്ടറെ, എന്തുകൊണ്ടാണ് എൻ്റെ മോൻ ഇത്രയും ഡിലേ ആവുന്നത്? അവനിൽ എന്താ ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറയുന്നത്? ചില സമയങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാം, അത് പക്ഷേ ചില സമയങ്ങളിൽ ഡൗൺ ആവാം, പിന്നെയും അപ്പാവാം. ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റം എന്നാണ് എനിക്ക് പോകാൻ പറ്റുന്നത് ഡെയിലി ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി രാവിലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സെൻറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അപ്പൂസ് നിൽക്കുക. അവൻ സ്കൂളിലെ ബസ് കയറാൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. നമ്മൾ അത്രയും വർഷം സാധാരണ കുട്ടികളുടെ കൂടെ തന്നെ സ്കൂളിൽ പോവാണ് പാപ്പു. അവൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്ന് പോലും ഈ ലോകത്ത് ആരും പറയില്ല, ഞാനും വിശ്വസിക്കുന്നില്ല. കുറച്ച് നാളത്തെ നമ്മുടെ ഒരു പനി വന്നാൽ നമ്മളൊരു കുട്ടീനെ ടേക്ക് കെയർ ചെയ്യില്ലേ, അതുപോലെ ഞങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവൻ സ്പീച്ച് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്ഡ് ആണ്. ഈവൻ അവൻ്റെ എൻറ്റയർ ഫാമിലി തന്നെ ആ ലൈഫിലേക്ക് തിരിച്ചെത്തി എന്ന് പറയുമ്പം ആ ഒരു ഫാമിലി ഒരു വ്യക്തിനെ, ഒരു കുട്ടീനെ മാത്രമല്ല, ആ ഫാമിലിനെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഇന്ന് ആ അമ്മയുടെ ചിരി കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ. അപ്പോസിന് എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ബാക്കിയുള്ള അമ്മമാരെല്ലാം ടാറ്റ കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആ അമ്മമാരുടെയും മനസ്സിൽ നാളെ എൻ്റെ കുട്ടി അങ്ങനെ പോകും എന്നുള്ളൊരു ചിന്തയാണ്. പലരും ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് ആ കുട്ടീനെ പോലെ എന്നാണ് എൻ്റെ മോൻ ആകുക എന്നാണ്. അത് അവർക്ക് നൽകുന്ന ഒരു ഹോപ്പാണ്. അത് ആ അമ്മയും അച്ഛനും ആ കുട്ടിക്ക് വേണ്ടി എല്ലാ സംശയങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലും കേട്ട് കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് നിന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഡോക്ടറിന് മാത്രം അങ്ങനെ ഒരു ഏത് കാര്യത്തിന് 2 വശമുണ്ട്. ഡോക്ടർക്ക് വളരെ മനസ്സിന് വിഷമമുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു ഫീൽഡിൽ തന്നെ ഉറച്ച് നിൽക്കണം എന്ന് തോന്നിയത് കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഞാൻ പാലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ദക്ഷിണ എന്നാണ് പേര്. സെറിബ്രൽ പാൾസിയാണ്. അമ്മക്ക് എണീക്കാൻ കഴിയില്ല. ഏകദേശം 8 വയസ്സോളം ഉണ്ട്. അത്യാവശ്യം ഫിസിക്കലി സ്ട്രോങ് ആണ്. ആ അമ്മ എപ്പോഴും റൗണ്ട്സ് പോകുമ്പോൾ എന്നോട് പറയും, ഡോക്ടർ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന്. ഏകദേശം നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ എല്ലാം പതുക്കെ പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അറിയാം, പെട്ടെന്ന് മിറാക്കിൾസ് വരുന്നൊരു കാര്യമല്ല, അല്ലെ, ചെറുതായിട്ടായിരിക്കും ആദ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരിക. ഒരു ദിവസം ഞാൻ കേൾക്കുന്നത്, എൻ്റെ ഒരു സ്റ്റാഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, ആ അമ്മ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. ഫസ്റ്റ് വന്നൊരു മൈൻഡിലേക്ക്, എൻ്റെ മൈൻഡ്സിലേക്ക് വന്നത് ആ അമ്മയുടെ 2 മക്കളെയാണ്, കുഞ്ഞുങ്ങളാണ്. ആ മോൻ
ജസ്റ്റ് UP സെക്ഷനിലാണ് പഠിക്കുന്നത്. ആ മോളുടെ കാര്യം ആരും നോക്കും? അവളുടെ ചേട്ടൻ അവളെ സഹായിക്കാൻ പോലും കഴിയില്ല. ചെറിയ കുട്ടിയാണ്. പലപ്പോഴും ഇതുപോലുള്ള സോഷ്യലി വരുന്ന സ്ട്രെസ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത്തരം മാതാപിതാക്കൾ ഡോക്ടർ ഒരു എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, അവരുടെ കുട്ടികൾക്ക് ഇത്തരം ഒരു ഡിസേബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയുണ്ടെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം പാനിക്കാവാതെ അവരെന്താ ചെയ്യേണ്ടത്? എല്ലാവരും പാനിക്കായി പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേരൻസ് അതിനകത്തേക്ക് തന്നെ വരിക ചെയ്യാം. അവിടെയാണ് നമ്മൾ ലൈഫ് കെയറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഹോപ്പ് കൊടുക്കുകയല്ല, നമുക്കൊരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുക, നെവർ ഗീവ് അപ്പ് എന്ന്. അത് നമുക്ക് ഇത്ര മാസം കൊണ്ടോ വർഷം കൊണ്ടോ ശരിയാക്കാൻ പറ്റുമെന്നല്ല, ചിലപ്പോൾ വർഷങ്ങളോളം 8 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്ത്, റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ സാറ് കണ്ടിട്ടുണ്ടായിരിക്കും, സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുട്ടിയാണ്, പേരൻ്റ് ഉപേക്ഷിച്ച് പോയി. ആ അമ്മ തന്നെ കൂലിപ്പണി എടുത്ത് 10 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവൾ കോട്ടയ്ക്കൽ എവിടെയോ ഒരു അമ്പലത്തിൽ ഡാൻസിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ന്യൂസ് കേട്ടു. ആ 10 വർഷം അമ്മ ഗിവപ്പ് ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇന്ന് ആ മോള് നോർമൽ ലൈഫിലേക്ക് എത്തിയത്. സോ എല്ലാ പേരൻസിനോടും അത് തന്നെ പറയുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫ് ശൂന്യമായിട്ട് തോന്നാം, പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കുറച്ച് മിറാക്കിൾസ് കാണും. അവിടെ ഒരു ഡോക്ടറേക്കാൾ വിശ്വാസം വേണ്ടത് ആ പേരൻറ്റിനാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കുട്ടീനെ ഞാൻ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ളത്. അവിടെ ഒരു പേരൻറ്റിന് കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസത്തോടുകൂടി അവർ ഇറങ്ങണം. തീർച്ചയായിട്ടും. അത് പക്ഷേ അതിനകത്ത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകലെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അവിടെയാണ് നമ്മൾ കൂടെ തന്നെ ഉള്ളത്. ഒരു നിമിഷം പോലും ലൈഫ് കെയറിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് 24/7 എപ്പോൾ വേണമെങ്കിലും ഞാൻ അപ്രോച്ചബിൾ ആണ് എല്ലാവർക്കും. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അതിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ല. അവർക്ക് എന്ത് വിഷമം വേണമെങ്കിലും പറയാം. പക്ഷേ ഈവൻ ഞാൻ ചില സമയത്ത് ആലോചിച്ച് പോകാറുണ്ട്, നമുക്കൊരു വിഷമം വരുമ്പോഴും ഞാനും ഡൗൺ ആവും. പക്ഷേ ആ ഒരു വിഷമം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റണമെന്നില്ല. അത് ഞാൻ ഓവർകം ചെയ്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ നിന്നേ പറ്റുള്ളൂ. നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറെ കുറേ പേര് കാണും. നമ്മൾ നിൽക്കുന്നത് ഒരു ഇമോഷണലി ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. പക്ഷേ അവിടെയും നമുക്ക് മോട്ടിവേഷൻ തരുന്നത് അപ്പുവിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ മാതാപിതാക്കളുടെ തന്നെ ഉള്ളിലൊരു തോന്നൽ, ഇനി എൻ്റെ കുഴപ്പം കൊണ്ടാണോ, പ്രസവകാലത്ത് ഞാൻ ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ, മാനസികമായി എനിക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണോ, ഇതൊരു വശം. മറുവശത്ത് ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷവും നമ്മൾ ഈ അപകടം വിളിച്ചു വരുത്തുന്നില്ലേ? കാരണം കഴിഞ്ഞ ദിവസം ഞാനതുപോലെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് വന്ദേ ഭാരതിലാണ്. എനിക്ക് തോന്നുന്നു കഷ്ടി 6 മാസം പോലും ആയോന്ന് പോലും എനിക്കറിയില്ല, അത് ഇരിക്കുന്നുണ്ട് കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ ആ അമ്മ എടുത്തു കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. ആ കുഞ്ഞ് എന്താണ് കാണുന്നത് എനിക്കറിയില്ല, യൂട്യൂബിൽ, എന്നിട്ട് അത് ചിരിക്കുന്നുണ്ട് ഇങ്ങനെ. അതായത് ആ പ്രായത്തിൽ അത് ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടം വിളിച്ചു വരുത്തുകയെന്നാണ് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ സ്ക്രീനിങ് ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വയസ്സ് വരെ 0 സ്ക്രീൻ ടൈം എന്നാണ് ഞാൻ പറയാറുള്ളത്. 2 to 6 years വരെ മാക്സിമം ഹാഫ് ആൻ അവർ ആകാം. അത് പക്ഷേ വിത്ത് ദ പേരൻ്റ്, ഫോണല്ല. നമുക്ക് TV വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത് പക്ഷേ കാണിച്ചു കൊടുക്കുമ്പം നമുക്കിപ്പം പല കഥകൾ ആ സ്ക്രീനിൽ നടക്കുന്നത് കുട്ടികളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളൊരു സ്ക്രീൻ കൊടുക്കുമ്പോൾ കൂടുതലും കാർട്ടൂൺസ് ആയിരിക്കും. അവിടെ സ്പീഡി മൂവ്മെൻറ്റ്സ് ആണ്, ആ വിഷ്വലി സ്പീഡി മൂവ്മെൻറ്റ്സ് ആണ്, ഓഡിറ്ററി കുറേ സ്പീഡി മൂവ്മെൻറ്റ്സ് ആണ്. അവിടെ നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക ഡൊപ്പാമൈൻ റഷ് കൂടുകയാണ് ചെയ്യുക. ഈ സ്ക്രീൻ കൊടുക്കരുതെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. ഇങ്ങനെ ഒരു ശാസ്ത്രീയ വശം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അവിടെ കുട്ടികൾക്ക് ഹൈ സ്റ്റിമുലേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അവരിങ്ങനെ ഡെയിലി ഇത് കണ്ട് അവരതിനോട് അഡിക്റ്റാണ്. പല പേരൻസും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടി ഞങ്ങളുമായിട്ട് കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ വിളിക്കുമ്പോൾ മുഖത്ത് നോക്കുന്നില്ല, പക്ഷേ ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ TV സൗണ്ട് കേട്ട് അവൻ ഓടി വരും. അവിടെ കളിക്കാൻ താല്പര്യമില്ല, സോഷ്യലൈസേഷൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അതെല്ലാം ഒരു സ്ലോ സ്റ്റിമുലേഷനാണ്, ഒരിക്കലും ഹൈ സ്റ്റിമുലേഷൻ അല്ല. നമ്മുടെ അത്രയും വിഷ്വലി ഹൈ സ്റ്റിമുലേഷനിലേക്ക് പോയി അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി നമ്മളോട് നോർമൽ പ്ലേ ടൈമിലേക്ക് വരണമെന്നില്ല. അത് ഓൾറെഡി ആ കുട്ടിയുടെ ബ്രെയിൻ അങ്ങനെ സെറ്റായി കഴിഞ്ഞു. അവിടെ പതുക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയും, സ്പീച്ചിൽ ഇഷ്യൂസ് വരും, ബിഹേവിയർ ഇഷ്യൂസ് വരും. സത്യം പറഞ്ഞാൽ നമ്മൾ വിളിച്ച് വരുത്തിയെടുക്കുന്ന കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റി ഓഫ് ടൈം എന്നല്ല, ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുക ഒരു കുട്ടിയുടെ കൂടെ എന്ന് പറയുള്ളൂ. ഏറ്റവും കൂടുതൽ പേരൻസിനും ഒരു ക്വാളിറ്റി ടൈം വേണം. കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്, ജോബ് നോക്കാനുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അമ്മ, സിസ്റ്റർ, ഈ പറയുന്ന വേർഷൻ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു 30 മിനിറ്റെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പലർക്കും ഇന്നില്ലാതെ പോകുന്ന ഒരു കാര്യം അതാണ്. അവർക്ക് ബാക്കിയുള്ള എല്ലാ ടെൻഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ സെൽഫ് ടൈം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പേരൻസിനും ഇല്ല. കുട്ടികളുടെ കൂടെ എത്ര ടൈം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ എത്ര നേരം ഇരുന്ന് കളിക്കാറുണ്ട്? അവർക്ക് ടോയ്സ് മേടിച്ച് കൊടുക്കുന്നതിലല്ല,
പണ്ട് നമ്മൾ ആന കളിക്കാറുണ്ടായിരുന്നു, കുട്ടികളുടെ കൂടെ പല സ്റ്റോറീസ് പറഞ്ഞ് കളിക്കാറുണ്ട്, ഓടി കളിക്കാറുണ്ട്. ഇന്ന് അങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പല പേരൻസിനോടും പറയാറുള്ള, കിടക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും പില്ലോ ഫൈറ്റ് വരെ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഒരു 8 മണിക്ക് ശേഷം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം ആയിട്ടെങ്കിലും മാറ്റി വെക്കുക. പലരും പറയുന്നത് നടക്കാത്ത കാര്യമാണ് ഡോക്ടറെ എന്ന്. അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വിളിച്ചു വരുത്തുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലി അതൊരു സ്ട്രെസ് റിലീഫാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ ചിന്ത തന്നെയാണ്. ഡോക്ടർ ആഷിഖിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ലൈഫ് കെയർ ആയുർവേദിക് സ്ലം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആയുർവേദത്തിലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് മോഡേൺ തെറാപ്പി അപ്രോച്ച് കൊണ്ടുവരുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിന് മാത്രമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക, മാക്സിമം കുട്ടികളെക്കാൾ ഉപരി അവരുടെ ഫാമിലീസിനെ ഹെൽപ്പാക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗെയിം. അതിലേക്ക് താങ്കളുടെ ഫാമിലി മെമ്പേഴ്സും ഇപ്പോൾ ഉണ്ട് സഹായിക്കാൻ. തീർച്ചയായും. ആരൊക്കെ ഉണ്ട് അവിടെ? എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്. ഇപ്പം അദ്ദേഹം ഓൾറെഡി നമ്മുടെ ലൈഫ് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോർ ഓവർ എൻ്റെ ഉപ്പായും ഉമ്മായും വരെ അവിടെയുണ്ട്. അതൊരു സ്റ്റാഫായിട്ടല്ല, നമ്മൾ വരുന്ന അവിടുത്തെ പേരൻസിന് ഒരു ഫാമിലിയിലേക്ക് വന്നു എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറെ കൊടുക്കാവൂ. അത് എൻ്റെ ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുകൾ വരെയുള്ള ഡോക്ടേഴ്സ് വരെയുള്ള എല്ലാവരും ആ ഫാമിലി മെമ്പേഴ്സാണ്. അവിടെ വരുന്നവർക്ക് മുഖത്തൊരു ഫേക്ക് സ്മൈലല്ല, അവരുടെ ഉള്ളിലെ ആ ഹാപ്പിനെസ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും, ആ ഒരു എയിം മാത്രമാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അപ്രോച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വരില്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, ലൈഫ് കെയറിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്, തിരിച്ചു പോകുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. ആ ഒരു ഹാപ്പി മൊമെൻറ്റ് പേരൻസിന് കൊടുക്കുക, പേരൻസിനെ കുറച്ചുകൂടെ ഫ്രീ ആക്കുക. കുട്ടികളുടെ കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ലൈഫ് കെയറിൻ്റെ ഒരു രീതി. നിങ്ങൾ കേട്ടു ഡോക്ടർ ആഷിഖ്. നമ്മുടെ സമൂഹത്തിൽ ദൈവം തന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ അത്തരം കുഞ്ഞുങ്ങളെ കിട്ടുന്ന പാരൻസ് അവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും. അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ നമ്മുടെ കൂടെ കൊണ്ടു നടന്ന് അവരെ മുന്നിൽ നിർത്തി അവരിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ വേവ് ലെങ്ത് ഇത്തിരി മാച്ച് ചെയ്യുന്നില്ല കുട്ടികളുമായി എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അതിനുവേണ്ടി ഡോക്ടർ ആഷിഖിനെ പോലുള്ളവരെ കണ്ടുപിടിച്ച് അവരിലെത്തിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചെറിയ മാറ്റങ്ങൾ, അല്ലെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒന്ന് വരുത്തിയാൽ അവർ മുന്നോക്കം തന്നെ വരും. എനിക്ക് ഉറപ്പാണ്, നമ്മുടെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത്തരമൊരു പ്രശ്നമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടർ ആഷിഖിനെ പോലുള്ള ആൾക്കാരാണ് നമ്മളെ സഹായിക്കാനുള്ളത്. അവരുമായി ബന്ധപ്പെടണം. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണം. കാരണം അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പ്രസൻറ്റ് ചെയ്യണം. അവരെ മുന്നിൽ നിർത്തി പറയണം, ഇത് എൻ്റെ കുഞ്ഞാണ്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും അക്സെപ്റ്റൻസ് തരും. ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മുഖ്യധാരയിലോട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. നല്ല സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ച് അവർക്ക് തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം, അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക തന്നെ വേണം. അത്തരം മാറ്റി നിർത്തരുത്. അതിനോടൊപ്പം തന്നെ പാരൻസും മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ ദൈവം ഏൽപ്പിച്ച ആ കുഞ്ഞുങ്ങളെ അത് ഉത്തരവാദിത്തോടുകൂടി ചെയ്യേണ്ട കടമ നമുക്കുണ്ടെന്ന് ഒളിച്ചോടരുത്. ആത്മഹത്യയൊന്നും ഒരു കാര്യത്തിനും പരിഹാരമല്ല. നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത് അത് അതിനേക്കാളും മണ്ടത്തരമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ളവരല്ലേ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മളെ ഏൽപ്പിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ ആഷിഖ് ഇന്നെടുത്ത ഈ ഒരു വലിയൊരു ദൗത്യം തന്നെയാണ്. അദ്ദേഹം നിരവധി പാരൻസിന് അല്ല ആ കുടുംബത്തിന് തന്നെ ആശ്വാസമാണ്. ആഷിഖ്, വളരെ സന്തോഷമുണ്ട്. താങ്കളെപ്പോലെ ചില നല്ല മനുഷ്യരുള്ളത് കൊണ്ടാണ് ഭൂമി ഇന്നും നിലനിന്ന് പോകുന്നത്. ഇത്തരം കുഞ്ഞുങ്ങൾക്കും ഇത്തരം ഫാമിലികൾക്കും ഒക്കെ താങ്കൾ കൊടുക്കുന്ന സേവനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഫാമിലി മുഴുവനായിട്ട് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് മനസ്സ് നിറഞ്ഞു. തീർച്ചയായും തൊടുപുഴ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ താങ്കളുടെ അതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.